Namaskaram guys, welcome to Squemiio. അപ്പോൾ നമ്മുടെ ടെക് ന്യൂസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. നമുക്ക് നേരെ ന്യൂസിലോട്ട് പോകാം. SUSന്റെ ROG ഫോൺ 7 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. SUS ഇന്ത്യ എന്ന് പറയുന്ന ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ തന്നെയാണ് ഈ ഒരു ന്യൂസ് പുറത്തുവിട്ടിട്ടുള്ളത്. ഏപ്രിൽ 13 ഇത് അൺവെയിൽ ചെയ്യാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 അതുപോലെ തന്നെ 12GB 16GB LPDDR5X റാമാണ് ഇതിന് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ UFS 4.0 സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടായിരിക്കും. 6000 mAh ബാറ്ററി വിത്ത് 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. അതുപോലെ തന്നെ AMOLED ഡിസ്പ്ലേ വിത്ത് 165 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ്. പക്കാ ഗെയിമിംഗ് ഫോണാണ്. ROG എന്ന് പറഞ്ഞാൽ പിന്നെ പക്കാ ഗെയിമിംഗ് സ്പെക്ക് തന്നെയാണ് വരാൻ പോകുന്നത്. എന്തായാലും പൊളി. മാർച്ച് 29 മോട്ടോ G13 എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. 90 ഹെർട്സിൻ്റെ LCD ഡിസ്പ്ലേ ഒക്കെയാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ 50 മെഗാ മെയിൻ ക്യാമറ, 2 മെഗാ ഡെപ്ത് ആൻഡ് മാക്രോ ക്യാമറ ഒക്കെയാണ് ഇതിന് വരാൻ പോകുന്നത്. എന്തോ കമ്പനികൾ അൾട്രാ വൈഡ് ക്യാമറാസൊന്നും കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പോസ്റ്റ് കട്ടിങ് ആയിരിക്കും എന്തോ. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഇതിന് വരാൻ പോകുന്നത്. OnePlus Nord CE3 ലൈറ്റ് OnePlus Nord CE3 ലൈറ്റും നോട്ട് ബഡ്സ് 2 ഏപ്രിൽ 4 ഇൻട്രൊഡ്യൂസ് ചെയ്യും. ടെക്നോ എന്ന് പറയുന്ന കമ്പനി അവരുടെ സ്പാർക്ക് 10 Pro എന്ന് പറയുന്ന മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡക്ടറി പ്രൈസായിട്ട് 12,500 രൂപയ്ക്ക് 8GB RAM 128GB ഇന്റേണൽ സ്റ്റോറേജിൻ്റെ മോഡൽ കൊണ്ടുവരുന്നുണ്ട്. ഹീലിയോ G88 ചിപ്സെറ്റാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ 90 ഹെർട്സിൻ്റെ LCD ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ എനിക്കൊരു ഹൈലൈറ്റ് തോന്നിയത് ഇതിന് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. പല മുൻനിര കമ്പനികളും ഇതിനേക്കാൾ കൂടുതൽ വില മേടിച്ച് വെച്ചിട്ട് പഞ്ച് ഹോൾ ഡിസ്പ്ലേക്ക് വരെ ആ വെള്ളത്തുള്ളി ഡിസ്പ്ലേ ആണ് ഇപ്പോഴും കൊടുക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇതെനിക്കൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നും. ഏപ്രിൽ 3 റിയൽമി GT Neo 5 എന്ന് പറയുന്ന മോഡൽ ലോഞ്ച് ചെയ്യും. AMOLED ഡിസ്പ്ലേ വിത്ത് 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ് ഇതിന് വരാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗൺ 7+ Gen 2 ചിപ്സെറ്റാണ് ഇതിന് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ 16GB 1TB വേരിയന്റ് ഇതിനുണ്ടാകും എന്ന് കേൾക്കുന്നുണ്ട്. 5000 mAh ബാറ്ററി വിത്ത് 240 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിന് വരാൻ പോകുന്നത്. നത്തിങ് ഇയർ 2 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. GSM പറയുന്നത് പ്രകാരം ഓഡിയോ ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ മെയിൻ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ LHDC 5.0ൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ ഒരുപാട് എറേഴ്സ് ഉണ്ടെന്നും ബാറ്ററി ബാക്കപ്പ് മോശമാണെന്നും പറയുന്നു. iPhone 15 ലൈനപ്പിൽ പ്രോ വേർഷൻസിൽ മാത്രമായിരിക്കും ടൈറ്റാനിയം ഫ്രെയിം എന്നാണ് റൂമേഴ്സ്. എന്നാലും ഡൈനാമിക് ഐലൻഡ് എല്ലാ വേരിയൻസിലും വരും. ബാക്കി വരാൻ പോകുന്ന ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ ഒരുവിധം എല്ലാ വീഡിയോസിലും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ ഇൻഡെപ്തിലോട്ട് പോകുന്നില്ല. റിയൽമി 10T ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Dimensity 810 ചിപ്സെറ്റാണ്. 90 ഹെർട്സിൻ്റെ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. റെഡ്മി നോട്ട് 12 ടർബോ എന്ന് പറയുന്ന മോഡൽ മാർച്ച് 28 ലോഞ്ച് ചെയ്യും. നമ്മുടെ ഇന്ത്യയിൽ വരുമ്പോൾ പോക്കോ ബ്രാൻഡിങ്ങിൻ്റെ അണ്ടറിലായിരിക്കും ആ ഒരു ഫോൺ വരാൻ പോകുന്നത്. 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിന് പറയുന്നത്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 7+ Gen 2 ചിപ്സെറ്റും ഉണ്ട്. സാംസങ് ഒരു പുതിയ സബ് ബ്രാൻഡ് കൊണ്ടുവന്നിരിക്കുകയാണ്, എക്സിനോസ് കണക്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആയ വൈഫൈ, ബ്ലൂടൂത്ത്, UWB അതായത് അൾട്രാ വൈഡ് ബാൻഡ് എല്ലാം കൂടി ഒരു കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സബ് ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ആദ്യത്തെ UWB ചിപ്സെറ്റ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അൺവെയിൽ ചെയ്തിട്ടുണ്ട്. എക്സിനോസ് കണക്ട് U100 എന്ന മോഡലാണ് ഇപ്പോൾ അവർ അൺവെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന എല്ലാ സാധനങ്ങളും ഈ ഒരു സബ് ബ്രാൻഡിൻ്റെ അണ്ടറിലായിരിക്കും. ഹുവാവേ Mate X3 എന്ന് പറയുന്ന മോഡലിൻ്റെ കുറച്ച് സ്പെക്സ് ലീക്ക് ആയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയിൽ വരില്ല, എന്നാലും ജസ്റ്റ് കേൾക്കാം. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്സെറ്റാണ് ഇതിന് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ്, IPX8 വാട്ടർ റെസിസ്റ്റൻസ്, 4800 mAh ബാറ്ററി വിത്ത് 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. പോക്കോ F5 5G എന്ന് പറയുന്ന മോഡൽ ഇന്ത്യയിൽ ഏപ്രിൽ 6 ലോഞ്ച് ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ റെഡ്മി നോട്ട് 12 ടർബോ എന്ന് പറയുന്നത്. അത് മിക്കവാറും പോക്കോ F5 എന്ന പേരിലായിരിക്കും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. iQOO Neo 8 എന്ന് പറയുന്ന മോഡൽ മെയിൽ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത.
രണ്ട് വേരിയൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒന്നിൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 or 2 ചിപ്സെറ്റ് ആയിരിക്കും. മറ്റൊരു വേരിയൻറ്റിൽ ഡിമെൻസിറ്റി 9200+ എന്ന് പറയുന്ന ചിപ്സെറ്റും ആയിരിക്കും. മീഡിയാടെക് ഇതുവരെ ഡിമെൻസിറ്റി 9200+ എന്ന് പറയുന്ന ഈ ഒരു ചിപ്സെറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അത് അനൗൺസ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ ഒരു ഫോണിൻ്റെ ലോഞ്ചിങ്. ഇപ്പം നിങ്ങൾ ഒരുപാട് സോഴ്സസ് അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഓൾറെഡി. UK ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ഫോണിൽ നിന്ന് ടിക്ടോക്ക് ബാൻ ചെയ്തു. സെക്യൂരിറ്റി ഇഷ്യൂസ് തന്നെയാണ് കാരണം. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കൂടുതൽ ന്യൂസായിട്ട് കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.